ഹലോ ഗൈസ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ രണ്ടും പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആണ്. എൻ്റെ യൂട്യൂബിൻ ചാനലിൻ്റെ ഭാഗമായിട്ട് ഞാൻ രണ്ട് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്രൊഡക്റ്റ് ഒരു ഹാൻഡ് കട്ടറാണ് ഗൈസ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങിയാലോ. നല്ല കലക്കം പാക്കിംഗ് ആണ് കേട്ടോ ഗൈസ്. ഇവരുടെ കൊള്ളാം. അതൊരു ബില്ലാണ്. ഇതൊരു ബില്ലാണ് ഗൈസ്. ആമസോണിൻ്റെ ഒരു ബില്ലാണ്. നമുക്ക് ഇവിടെ വയ്ക്കാം. ഇനി നമുക്ക് നേരെ തിരിച്ചു വയ്ക്കാം. ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ ബോഷിൻ്റെ മെഷീൻ. ഇതൊരു 800 വാട്ട്സിൻ്റെയാണ്. നമുക്ക് 650 വാട്ട്സിൻ്റെയൊക്കെ വില കുറഞ്ഞ റേറ്റ് കുറഞ്ഞത് നമുക്ക് കിട്ടും. ഇതിന് എനിക്ക് ഏകദേശം 2600 രൂപ കോസ്റ്റ് വന്നു. പക്ഷേ ഞാൻ എൻ്റെ ആശാന്മാരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ 650 വാട്ട്സിൻ്റെയൊക്കെ മെഷീൻ മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹീറ്റാവും. ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആർമേച്ചറിന് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത. അതുകൊണ്ട് മിനിമം ഒരു 800 വാട്ട്സ് എങ്കിലും മേടിക്കണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 800 വാട്ട്സിന് മേടിച്ചത്. അപ്പോൾ പുറത്ത് ഞാൻ റേറ്റ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 3300 400 രൂപയ്ക്കാണ് കേട്ടോ ഗൈസ് റേറ്റ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് സാധനം മേടിച്ചാലും ഓൺലൈനായിട്ടും കൂടെ ചെക്ക് ചെയ്യണം, നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മേടിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ഇനി എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇത് ഗാർഡാണ്, സേഫ്റ്റി ഗാർഡാണ്. അപ്പോൾ ഞാൻ പൊതുവേ അത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇത് ഇവിടെ ഇങ്ങനെ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സേഫ്റ്റി ഗാർഡ് ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കാം. സേഫ്റ്റിയാണ്, പക്ഷെ ഞാൻ പൊതുവെ ചെയ്യാറുള്ളതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യാൻ ഉദ്ദേശമില്ല. പിന്നെ വന്നേക്കണത് ഇതാണ്. ഇതിവിടെ വന്നേക്കണ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ലോക്ക് ചെയ്യാനുള്ളൊരു കീ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാൻഡിൽ വന്നിട്ടുണ്ട്. ഈ ഹാൻഡിൽ നമുക്കിത് ഇവിടെ ഫിറ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം. നമുക്കൊരു പക്കയാണ് കട്ട് ചെയ്യാനൊക്കെ സമയത്ത് സംഭവം നല്ലതാണ്. പിന്നെ വന്നേക്കണത് 2 റൗണ്ട് നട്ടാണ്. ഇതിൽ 2 വന്നിട്ടുണ്ട്. ഇത് 2 നോർമലി വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് നമ്മുടെ ഇരുമ്പ് കട്ട് ചെയ്യുന്ന ബ്ലേഡ് ഇടാനുള്ളതാണ്. അത് ഇരുമ്പ് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മേളിലേക്ക് ഇടണം. ഈ ചെറിയ റൗണ്ട് ആയിരിക്കണം. നോർമൽ നമ്മൾ കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന ബ്ലേഡ് ഇടാനാണെങ്കിൽ നേരെ തിരിച്ച് ഇടണം. ഇതിങ്ങനെ ഇടുക. പിന്നെ ഉള്ളത് ഒരെണ്ണം ഇതാണ്. അപ്പോൾ ഈ സംഭവം നമ്മൾ എന്ത് ചെയ്യണത്, ഇങ്ങനെ ഇടുക, എന്നിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. സംഭവം കൊള്ളയുടെ കേസ്. നല്ലൊരു പക്ക പാക്കിംഗ് ഒക്കെയാണ്. നല്ല കലക്കം പാക്കിംഗ് ആട്ടോ ആമസോണിൻ്റെ. എന്തായാലും കൊള്ളാം. ഞാൻ 2 സാധനം 2 സൈറ്റിൽ നിന്ന് വരും. അതായത് ഞാനൊരു ഡ്രില്ലിംഗ് മെഷീനോട് മേടിച്ചിട്ടുണ്ട് ഈ ഹാൻഡ് കട്ടറിൻ്റെ ഒപ്പം. അപ്പോൾ ഇനി നമുക്ക് അത് അൺബോക്സ് ചെയ്താലോ. നമുക്ക് രണ്ടിൻ്റെയും പെർഫോമൻസ് നമുക്ക് പിന്നെ ഒന്ന് നോക്കാം. ഓൾറെഡി ബോഷ് യൂസ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പെർഫോമൻസിൻ്റെ ഒരു കാര്യം നോക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കൊള്ളാം ഗൈസ്. നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഗൈസ്, നമുക്കിനി രണ്ടാമത്തെ ഐറ്റം അൺബോക്സ് ചെയ്യാം.
ഇത് ഞാൻ ബോഷിൻ്റെ തന്നെ ഓർഡർ ചെയ്ത ഒരു ഡ്രില്ലിംഗ് മെഷീനാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്താലോ ഗൈസ്? ഇത് കണ്ടോ, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചു. ഇവന്മാരെ പാക്കിങ് നോക്കി ഗൈസ്, ഒരുമാതിരി നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഇവന്മാരത് ആ സെയിം കവറിൽ പാക്ക് ചെയ്ത് അതുപോലെ തന്നെ അയച്ചേക്കുക. ഈ എന്നെ പരിപാടിയെന്ന് നോക്കി. അതൊക്കെ നമ്മുടെ ആമസോണിൽ നിന്ന് 2 കവറിലാണ് കേട്ടോ ഗൈസ് തന്നെ. അത് അൺബോക്സ് ചെയ്ത സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2 കവറിലല്ല പക്കയായിട്ട്. വേറെ പാക്കിങ് നോക്കി ഗൈസ്, ഇതൊരു ചുമ്മാ ഒരുമാതിരി എന്നത് പൈസ കൊടുത്ത് സാധനം മേടിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്ത് ബില്ല് ഒട്ടിച്ച് വിട്ടേക്കണേ. ഇതിൽ ഈ സാധനം ഇത്ര ദൂരത്തുനിന്നൊക്കെ ട്രാവൽ ഇത് വന്നാലേ എനിക്ക് അത്യാവശ്യമായി വിലയും ഞാൻ ഈ സാധനം ക്യാൻസൽ ചെയ്ത് തിരിച്ചു കൊടുത്തു വിട്ടേനെ. ചുമ്മാ ഒരുമാതിരി എൻ്റെത് പൈസ കൊടുത്ത് സാധനം മേടിച്ച് ഒരു കാരണവശാലും ആമസോണിൽ നിന്ന് എടുക്കരുത് കേട്ടോ ഗൈസ്. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ആമസോണിൽ നിന്നല്ല, സോറി, ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുക്കരുത് കേട്ടോ ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് ഒരു സാധനം ഇടുന്നത്. ഗൈസ് ഇതിൻ്റെ കൂടെ വന്നേക്കണത് ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. ബോഷിൻ്റെ ഇത് GBM 350 എന്ന് പറഞ്ഞ സാധനമാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. ഈ 350 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ കപ്പാസിറ്റി 350 വാട്ട്സ് ആണ്. അതേപോലെ നമ്മുടെ ഒരു വാറണ്ടി കാർഡ് വന്നിട്ടുണ്ട്. 1 ഇയർ വാറണ്ടിയാണ് ഇതിന് കൊടുക്കണത്. ഇതിൻ്റെ അകത്തൊരു ഗാർഡ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗാർഡ് പോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്നത് നമുക്ക് ബിറ്റിട്ട് മുറുക്കാനുള്ള കീയും കൊടുത്തിട്ടുണ്ട്. ഈ മെഷീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനത്തെ ഒരു മെഷീനാണ്, വലിയ കുഴപ്പമില്ല. കണ്ടിട്ട് ഇവന്മാരിത് സാമ്പിൾ ഉപയോഗിച്ചിട്ട് തന്നോട്ടാണെന്ന് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഗൈസ്. ഒരു കാരണവശാലും നിങ്ങളിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കരുത് കേട്ടോ ഗൈസ്. ചുമ്മാ ഒരുമാതിരി പാക്കിങ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സും എടുത്തുപോയി. എനിക്കിത് അത്യാവശ്യമായി വില ഞാൻ തിരിച്ചു വിട്ടേനത്, ഇത് ഉപയോഗിക്കില്ലായിരുന്നു. ഫ്ലിപ്കാർട്ടിലാണെങ്കിലും റിട്ടേൺ പോളിസി ഉണ്ട്. ഇവന്മാർ വരും, എൻ്റെ ചുമ്മാ കവർ പൊട്ടിച്ച് നോക്കും. ഇങ്ങനെയാണോ പാക്ക് ചെയ്ത് പറഞ്ഞത്? നമ്മൾ പൈസ കൊടുത്ത് സാധനം മേടിച്ചേച്ച് എന്നെ പരിപാടി കാണിക്കുന്നത്. അപ്പോൾ റിവേഴ്സാണ് പൈസ ഇറങ്ങണം. നേരെ ഓപ്പോസിറ്റ് ഇറങ്ങി നേരെ താഴത്തേക്ക് ഇട്ടു. എന്നാലും നമുക്ക് ഈ സംഭവം, ഈ പാക്കിങ് ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ഒറിജിനാലിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇത് ഒറിജിനൽ തന്നെയാണോ സാധനം വന്നേക്കണേ എന്നുള്ളത്. പിന്നെ നമുക്കൊരു 350 വാട്ട്സിൻ്റെയൊക്കെ ആവശ്യമാണേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ചക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 mm വരെ കപ്പാസിറ്റി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചക്കിന്. ഗൈസ് ഇവരുടെ നമ്മുടെ ഈ പാക്കിങ് കണ്ടപ്പോൾ നമുക്കൊരു ഡൗട്ടായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു റിലയബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവരുടെ ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബോഷിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിലൊരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓതറൈസ്ഡ് പ്രൊഡക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റുമെന്നാണ് ഞാൻ നെറ്റിൽ നോക്കിക്കണ്ടത്. അപ്പോൾ ഇതാണ് QR കോഡ് വരുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ കൺഫേം. ഓ ഗൈസ് കുഴപ്പമില്ല കേട്ടോ ഗൈസ്, ഒറിജിനലാണെന്ന് തന്നെയാണ് QR കോഡ് സ്കാൻ ചെയ്തപ്പോൾ കാണിക്കണേ. ഇനി നമുക്ക് അടുത്തത് നമുക്ക് കട്ടർ ഒന്ന് എടുത്ത് നോക്കാം. ഇതെല്ലാം ഉള്ളത് അതിൻ്റെ കവറിൻ്റെ ബാക്കിലാണ് കേസ് ഈ QR കോഡ് ഉള്ളത്. എല്ലാത്തിനും കവറിലുണ്ട്. ഇതിൻ്റെ ഇപ്പം മുകളിലാണ് ഒട്ടിച്ചേക്കണേ. നമുക്കിനി അതൊന്ന് സ്കാൻ ചെയ്യാം. ഓ ഉറക്കത്തിപ്പം തന്നെ സ്കാൻ ആയി. തുറന്നു പോട്ടെ. ഗ്രൈൻഡർ എന്ന് കാണിക്കുന്നുണ്ട്, ആംഗിൾ ഗ്രൈൻഡർ.
അപ്പോൾ സംഭവം ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഇവരെ ആ പാക്കിങ് കണ്ടപ്പോഴാണ് ഇത്ര ഡൗട്ട് തോന്നാൻ കാരണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് നോക്കിയത്. അപ്പോൾ സംഭവം സെറ്റാണ്. ഇവരുടെ സൈറ്റിൽ കാണിക്കുന്നുണ്ട് ഒറിജിനലാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമുക്കിതിൻ്റെ വാറണ്ടി കാർഡ് 2 വരുന്നുണ്ട്. ഇതാണ് വാറണ്ടി കാർഡ്. ഇത് കവറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇതൊന്ന് നമ്മുടെ ഗ്രൈൻഡറിൻ്റെയും ഇതൊന്ന് ഡ്രില്ലിംഗ് മെഷീൻ്റെയാണ്. 1 ഇയർ വാറണ്ടിയാണ് ഇവർ തരുന്നത്. ഗൈസ് ഇതാണ്ട് ഗൈസ് നമ്മുടെ 2 പ്രൊഡക്റ്റ്. ഒന്ന് ബോഷിൻ്റെ ഡ്രില്ലിംഗ് മെഷീൻ 350 വാട്ട്സിൻ്റെ, അതുപോലെ തന്നെ ഹാൻഡ് കട്ടർ 800 വാട്ട്സിൻ്റെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വരുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ വീഡിയോസാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇനിത്തെ കലക്കൻ വീഡിയോസുകൾ ആയിട്ട് വരാൻ പ്രതീക്ഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലത്തെ കൂടുതൽ വീഡിയോസുകൾ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ അതിൽ കമൻസിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലും കൂടിയിട്ട് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്.